കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷക്കാരന്റെ വികാര ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും നമ്പർ 1 കേരളം എന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ തെറ്റായ നടപടിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടും കെട്ടിടം വീണിഞ്ഞൊരമ്മയുടെ മൃതദേഹം മണ്ണിനടിയിലേക്ക് പോയപ്പോൾ വികാരമായ വാചാലങ്ങൾ കൊണ്ട് പത്രമാധ്യമങ്ങളെ കൊണ്ട് മൂടുവാൻ ശ്രമിച്ച വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യക്കൊണ്ടും മാനുഷികതയുടെ മാനവികതയുടെ നിലവാരത്തിലേക്ക് LDF സർക്കാർ താരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ കേരളത്തിന്റെ തെരുവിലിറങ്ങിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് കടക്കൽ താലൂക്ക് ആശുപത്രിയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടിണി പാവങ്ങളുടെയും സാധാരണക്കാരന്റെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചുമട്ടു തൊഴിലാളികളുടെയും ആട്ടോ തൊഴിലാളികളുടെയും താങ്ങും തണലുമായി പ്രവർത്തിക്കേണ്ട കടക്കൽ താലൂക്ക് ആശുപത്രിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ ആശുപത്രിക്ക് ചുക്കാൻ പിടിക്കുന്ന LDFന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അണിനിരകൊണ്ട് കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന ബഹുജന മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഇന്നലകളിലുമായി നമ്മൾ കണ്ട ആരോഗ്യ പ്രവർത്തന മേഖലകളിലുണ്ടായ വീഴ്ചകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വീട്ടമ്മയുടെ ദാരുണമായ അംഗത്തിന് അംഗം കുറിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കുവാൻ മാധ്യമ പ്രവർത്തനങ്ങളോട് സംസാരിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ബഹുജനങ്ങൾ രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ തെരുവിലിറങ്ങി കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരത്തിന്റെ മുന്നോടിയായി കടക്കലിന്റെ താലൂക്ക് ആശുപത്രിയെ സംരക്ഷിക്കണം, പട്ടിണി പാവങ്ങളുടെയും സാധാരണക്കാരുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ആട്ടോ തൊഴിലാളികളുടെയും താങ്ങും തണലുമായി പ്രവർത്തിക്കേണ്ട കടക്കൽ താലൂക്ക് ആശുപത്രിയെ ഇല്ലാതാക്കിക്കൊണ്ട് വ്യക്തിഗതങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് ആശുപത്രികളിലെ താങ്ങുന്ന LDFന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടും നമ്പർ 1 കേരളം എന്ന് പ്രഖ്യാപിക്കുന്ന കേരളത്തിൽ പേവിഷവാദം ബാധിച്ച് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്ര? സിസ്റ്റം ഇല്ലാതായി എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പാപങ്ങളുടെ സർജറികൾ മാറ്റിവെക്കുന്നു. ദാരുണമായ അന്ത്യം വരിച്ച ബന്ധമുള്ള പാവം അമ്മയുടെ മൃതദേഹത്തിന്റെ മുന്നിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അത് സ്വാഭാവികമാണ്, യാദർശികമാണ് എന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആരോഗ്യവകുപ്പ് മന്ത്രി ഭാരതീയപരമായി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പട്ടിണിപ്പാവങ്ങളും സാധാരണക്കാരും പൊതുജനങ്ങളും തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതിന്റെ ഭാഗമായി കടക്കൽ താലൂക്ക് ആശുപത്രിയെ സംരക്ഷിക്കണം, കടക്കലിലെയും ചടയമംഗലത്തെയും മടത്തറയിലെയും ചിതറയിലെയും പട്ടിണിപ്പാവങ്ങളുടെയും സാധാരണക്കാരന്റെയും കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഏക ആശ്രയ കേന്ദ്രമായ കടക്കൽ താലൂക്ക് ആശുപത്രിയെ ഇല്ലായ്മ ചെയ്തിട്ട് സ്വകാര്യ ആശുപത്രിയെ വൽക്കരിക്കുവാൻ നോക്കുന്ന LDFന്റെ തെറ്റായ പ്രതിഷേധിച്ചുകൊണ്ട് പേവിഷബാധയേറ്റ് 13ഓളം കുട്ടികൾ മരിച്ചിട്ട് അനല്ല കണ്ണുകൊണ്ട് നിൽക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരമ്മയുടെ മൃതദേഹം പുറത്തെടുത്തപ്പോൾ അത് സ്വാഭാവികം എന്ന് പറഞ്ഞ വീണ ജോർജ് ഇത്തരത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്നും കേൾക്കുന്ന തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ
ചിന്താക്കേറ്റ് നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പ്രമുഖരായ വിദ്യാസമ്പന്നരായ കേരള ജനത തെരുവിൽ വന്ന് സമരം ചെയ്യുമ്പോൾ കുടുംബത്തിന്റെ ഏക ആശ്രയമായി പ്രവർത്തിക്കുന്ന കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ കടക്കൽ ഗവൺമെന്റ് ആശുപത്രിയുടെ മുന്നിൽ നൂറുകണക്കിന് നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ എത്തിച്ചേരുകയാണ്. പ്രതിഷേധ പ്രകടന യാഗമക്കാരനെ ചെയ്തുകൊണ്ട് ആദരണീയനായ പ്രിയങ്കരനായ ചടയമംഗലത്തിന്റെ പ്രിയനായകൻ ആദരണീയനായ KPCC ജനറൽ സെക്രട്ടറി ശ്രീ M. നസീർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നു. നമ്പർ 1 കേരളം എന്ന് കൊട്ടിക്കൊടുത്തിരിക്കുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദാരുണമായി ഒരമ്മയുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ അത് ന്യായീകരിക്കുവാൻ ശ്രമിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2 മാസക്കാലമായി 19ഓളം കുട്ടികൾ പേടിക്കബോധമേറ്റ് കേരളത്തിൽ മരണപ്പെട്ടു. ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പിനെ ആകെ മൃഗീയമാക്കി വെന്റിലേറ്ററാക്കി ആരോഗ്യ വകുപ്പിനെ മോക്ഷത്തിലേക്ക് മാറ്റിയ വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി കേരളത്തിലെ ചിന്താശേഷി നഷ്ടപ്പെട്ടില്ലാത്ത പ്രമുഖരായ വിദ്യാസമ്പന്നരായ പൊതുജനങ്ങൾ തെരുവിലിറങ്ങി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായി കടക്കലിലെ പൊതുജനങ്ങൾ കടക്കൽ താലൂക്ക് ആശുപത്രിയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാവങ്ങളുടെയും പട്ടിണിക്കാരുടെയും സാധാരണക്കാരുടെയും കർഷകരുടെയും കർഷകത്തൊഴിലാളികളുടെയും ആട്ടോ തൊഴിലാളികളുടെയും തൊഴിലാളികളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഏക ആശ്രയകേന്ദ്രമായ കടക്കൽ താലൂക്ക് ആശുപത്രി അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന LDFന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രിയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒട്ടാകെ സർക്കാർ ആശുപത്രികൾ നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമുഖരായ പൊതുജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രിയങ്കരനായ KPCC ജനറൽ സെക്രട്ടറി ശ്രീ M. നസീർ നേതൃത്വം കൊടുക്കുന്ന പ്രതിഷേധ മാർച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഫോട്ടോ കിട്ടിയത്
ചിരിക്കല്ലേ രാജിവെക്കോ പുറത്തു പോകൂ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് കോൺഗ്രസ് പാർട്ടി വണ്ടി കിടക്കും. ഹലോ 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 പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പ്രതിഷേധ സംഗമം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തവർ ഗതാഗത തടസ്സമുണ്ടാകാതെ രണ്ട് സൈഡിലായി മാറിയതുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധ സംഗമം അവസാനിക്കുന്നതുവരെ ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രതിഷേധ സംഘവുമായി ബന്ധപ്പെട്ടുള്ള യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PR സന്തോഷിനെ ക്ഷണിച്ചോളൂ. ബഹുമാന്യരായ എല്ലാവരും വിശാലമായിട്ട് നിൽക്കേ, എല്ലാവരും അങ്ങോട്ട് വിശാലമായിട്ട് പരിപാടി കാണും. നമ്മുടെ ഹലോ 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 ഏറ്റവും ബഹുമാനരായ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ ആവേശത്തോടു കൂടിയാണ് നാം ഇന്ന് ഈ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കന്മാരും അതിശക്തമായ ഒരു സമര വികാരമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ പ്രതിഷേധ സംഗമം
അതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുവാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ അവരെ ക്ഷണിക്കുന്നു. ഒന്നും കൂടെ വിശാലമായിക്കോ, ഈ പ്രതിഷേധ സംഗമത്തിന്റെ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PR സന്തോഷ്, ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചതായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നുള്ള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ, മറ്റ് നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ, ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആശുപത്രിയിലേക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. ഇന്ന് വൈകിട്ടാണ് നടത്തിയെങ്കിൽ കേരളത്തിൽ മിക്കവാറും എല്ലാ മേഖലകളിലും ഇന്ന് രാവിലെ 10 മണിക്ക് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും നടുക്കിക്കൊണ്ട് ആ തരത്തിൽ പ്രകടനമായി ആവേശത്തോടുകൂടി കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്ന് പൊതുരംഗത്തിറങ്ങിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ കേരളത്തിൽ കേൾക്കുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തകളല്ല. കേരളത്തിലെ ആരോഗ്യരംഗത്ത് കഴിഞ്ഞ കുറെ നാളുകളായി ആരോഗ്യരംഗം വെന്റിലേറ്ററിലായ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ കടക്കിൽ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഈ പ്രദേശത്തെ നാട്ടുകാർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ ഈ സമരത്തെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല താലൂക്ക് ആശുപത്രിയായിരുന്ന കടയ്ക്കൽ എന്ന് പറയുന്ന ഈ കടയ്ക്കൽ താലൂക്ക് ആശുപത്രി ഇന്ന് റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കേവലം PH സെന്ററിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് താഴ്ത്തിക്കൊണ്ട് ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്നവർ കഴിഞ്ഞ അവരുടെ 9 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഈ താലൂക്ക് ആശുപത്രിയെ ഈ അവസ്ഥയിലാക്കിയ സാഹചര്യം എനിക്ക് നിങ്ങൾക്കുമെല്ലാം അറിയാം, എന്നെ കേൾക്കുന്ന ഈ നാട്ടുകാർക്കും അറിയാം. അതിന് അത്തരത്തിൽ ഈ താലൂക്ക് ആശുപത്രി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിലും നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇടതുപക്ഷ സഹയാത്രികനായ ഒരു ഡോക്ടർ, ആ ഡോക്ടറുടെ കുറ്റസമ്മതം വേണ്ടി വന്നു. കേരളത്തിലെ മെഡിക്കൽ മേഖല നമ്പർ 1 അല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അത്തരത്തിലൊരു കുറ്റം ഏറ്റുപറച്ചിൽ വേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്വന്തം മകൾക്ക് കൂട്ടിയിരിക്കാൻ പോയ ഒരു അമ്മ ആ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം പിടിച്ച് താഴെ വീണപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ ആരും താമസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനേക സമയം താമസിപ്പിച്ച് ഒരു പാവ സ്ത്രീയുടെ ജീവൻ കളഞ്ഞ ആരോഗ്യമന്ത്രി വീണ ഇവിടെ മുന്നോട്ട് പോകുന്നു. പൊതുജനങ്ങളെ കൊങ്ങനെ കുത്തുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ നടത്തുന്ന ഈ ആഭാസത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ സമരം ചിതറയ ബ്ലോക്ക് കോൺഗ്രസും ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യമാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഇവിടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PR സന്തോഷ്, അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MM നസീർ, അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ അഡ്വക്കേറ്റ് മോഹനൻ, അഡ്വക്കേറ്റ് VT സിബി, ശ്രീ അഡ്വക്കേറ്റ് PS പ്രദീപ്, ശ്രീ ചിത്ര മുരളി, D ചന്ദ്രബോസ്, ശ്രീ ഇല്യാസ് റാവുത്തർ, ശ്രീ മുഹമ്മദ് കുഞ്ഞ്, ശ്രീ SS ശരത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ നിലമേൽ റാഫി, ശ്രീ കടക്കൽ അനിൽ ആരാമം, അജിദാസ്, ശ്രീ പ്രകാശ് ജി നായർ, ശ്രീ ഇളമാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാലിയോട് ജേക്കബ്, നിലമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീല പറമ്പിൽ, ഇട്ടിവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാമേന്ദ്രമുള്ള, SR വിനോദ്, തുടയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, വെളനല്ലൂർ മടത്തറ ശ്രീ PG സുരേന്ദ്രൻ, കുമ്പൽ ഷാനവാസ്, കുമയൂൺ കബീർ തുടങ്ങി അരേമൺ MM സാദിഖ്, ഒരുപാട് പേരുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാർ ശ്രീ സുൽബത്ത് ടീച്ചർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റിയാസ്, ഷാനവാസ്, കുമ്മൽ ഷാനവാസ്, ദീപു ഇളമാട്,
തുടങ്ങി ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെയും പേര് പറയാൻ കഴിയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ശ്രീ VO സാജൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുമ്മൽ മണി കളമാട് മണി, കുമ്മൽ സാലി ഉൾപ്പെടെ രാജേന്ദ്ര ബാബു, യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് മാഹി പുത്തയം ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കോൺഗ്രസിന്റെയും പോഷക സംഘടനയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും എല്ലാ നേതാക്കന്മാർക്കും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയിക്കുന്നു. ഹലോ, ഇവിടെ വണ്ടി ഒന്ന് ക്രമീകരിച്ചിടാൻ പറ്റൂ? ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ അവர்கள், മറ്റ് ബഹുമാനരായ പാർട്ടിയുടെ നേതാക്കന്മാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, INTUC-യുടെ ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ, കർഷക കോൺഗ്രസിന്റെയും പ്രവാസി കോൺഗ്രസിന്റെയും ഭാരവാഹികൾ, പ്രവർത്തകർ, വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ബഹുമാനിയെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിശക്തമായ ഒരു സമരവികാരമാണ് കടയ്ക്കലിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയുടെ മരണമണി മുഴക്കുവാൻ വേണ്ടി ബോധപൂർവമായി നടത്തുന്ന ശ്രമങ്ങളെ ഈ നാട്ടിലെ ബഹുജനങ്ങൾ കാണാതെ പോകുന്നില്ല. ഈ നാട്ടിലെ ബഹുജനങ്ങൾ ഈ സമരത്തിന്റെ ആവേശത്തിൽ പങ്കുചേരുമ്പോൾ ഈ ആശുപത്രിയുടെ ഉയർച്ചയാണ് അവർ സ്വപ്നം കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ഏറ്റവും പ്രമുഖമായ ഒരു ആശുപത്രിയായിരുന്ന ഈ ആശുപത്രിയെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം എങ്ങനെയാണ് രണ്ടാം തലത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നതെന്ന്. വേറൊരു പ്രൈവറ്റ് സ്ഥാപനം ഇവിടെ ഉണ്ടായപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഈ താലൂക്ക് ആശുപത്രിയുടെ അതിന്റെ മരണമണി മുഴങ്ങണം എന്നുള്ളത് അവർക്ക് നന്നായി അറിയാം. അത്താഴപ്പട്ടിക്കാരന്റെ, പാവപ്പെട്ടവന്റെ, തൊഴിലാളികളുടെ അവരുടെ ആശാ കേന്ദ്രമാണ് ഈ താലൂക്ക് ആശുപത്രി. ആ താലൂക്ക് ആശുപത്രിയെ പണക്കാരുടെ ആശുപത്രിയാക്കി, പണക്കാരുടെ ആശുപത്രിക്ക് വേണ്ടി ഓശാന പാടുന്ന ഒരു നേതൃത്വത്തിന് വേണ്ടി എന്ത് വിടുപണിയും ചെയ്യുന്ന ഈ കടയ്ക്കലിലെ പാർട്ടി നേതൃത്വം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുവാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. ആശുപത്രികളുടെ ഓരോ തരത്തിലുള്ള മുന്നേറ്റത്തിനും ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വിയർപ്പിന്റെ മണമുണ്ടായിരുന്നു. ഈ ആശുപത്രിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ VM സുധീരൻ അടക്കമുള്ള നേതാക്കന്മാരുടെ അതിശക്തമായ ഇടപെടലുകൾ, ബഹുമാന്യനായ MP ശ്രീ NK പ്രേമചന്ദ്രൻ അവർ അടക്കമുള്ള നേതാക്കന്മാർ ഈ ആശുപത്രിക്ക് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഫണ്ടുകൾ, MP-യുടെ പ്രാദേശിക വികസന ഫണ്ടുകൾ അടക്കം കേന്ദ്ര സർക്കാരിന് ലഭ്യമാകുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പണികൾ നടത്തുമ്പോഴും ഇതിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനെ കടയ്ക്കലിലെ CPM നേതൃത്വത്തിന് അദ്ദേഹത്തിന് ഊരുവിലക്കാണ്. ഈ നാട്ടിലെ ബഹുജനങ്ങൾ ബാലറ്റിലൂടെ പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ എന്ന് അഹങ്കരിച്ചിരുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അതിശക്തമായ തേരോട്ടമുണ്ടായി. ഇനിയും ആ തേരോട്ടം തുടരും. ഈ നാട്ടിലെ ബഹുജനങ്ങൾ ആ വികാരം ഏറ്റെടുത്തിരിക്കുന്നു. കേരളത്തിലെ സവിശേഷമായ ഒരു സ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആശുപത്രിയുടെ മുമ്പിലേക്കും ബഹുജനങ്ങളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അവരുടെ ജീവന് സുരക്ഷിതമില്ലാത്ത അവസ്ഥ, കൂട്ടിരിപ്പുകാരന് അവന്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ പറ്റാത്ത അവസ്ഥ, മരുന്നില്ലാത്ത അവസ്ഥ, പേവിഷബാധയുടെ കുത്തിവയ്പ്പെടുത്താൽ പോലും നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുമക്കൾ പിടഞ്ഞു മരിക്കുന്ന ദാരുണമായ കാഴ്ച കേരളത്തിലെ ഏതു തരത്തിലുള്ള ജനങ്ങളെയും, കേരളത്തിലെ പാവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കപട മുദ്രാവാക്യം നമ്പർ 1 മുദ്രാവാക്യത്തെ അവരുടെ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ പൊളിച്ചെടുക്കുകയാണ്. വായിൽ നിന്നും അറിയാതെ സത്യം പുറത്തുവരികയാണ്. സജി ചെറിയാന്റെ ജീവൻ രക്ഷിച്ചത് പ്രൈവറ്റ് ആശുപത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈവറ്റ് മേഖലയെ പുൽകുന്ന ഇടതുപക്ഷത്തിന്റെ രഹസ്യ സമീപനം അറിയാതെ പുറത്തുവരികയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയേ മതിയാകൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചടയമംഗലം ബ്ലോക്കും ചിതറ ബ്ലോക്ക് കമ്മിറ്റിയും ചേർന്നുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രിയുടെ മുമ്പിലേക്ക് സംഘടിപ്പിച്ചത്. ബഹുജനങ്ങൾ ഇരച്ചെത്തുകയായിരുന്നു. പാർട്ടി പ്രവർത്തകർ വികാരത്തോടെ പങ്കെടുക്കുകയാണ്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഇനി വരും കാലത്തിലെങ്കിലും ഒരു ഭരണമാറ്റത്തിലൂടെ ഈ ആശുപത്രിയുടെ മുഖച്ഛായ വീണ്ടെടുക്കുവാൻ, ഈ ആശുപത്രിയുടെ പ്രൗഢി വീണ്ടെടുക്കുവാൻ ഈ നാട്ടിലെ ബഹുജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണം, വികസന കാഴ്ചപ്പാടിന് വേണ്ടി വോട്ട് ചെയ്യണം. അങ്ങനെ ഒരു ബോധം, അങ്ങനെ ഒരു നിശ്ചയദാർഢ്യം ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം, ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ ആരാധ്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MM നസീറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ PR സന്തോഷ്, അഡ്വക്കേറ്റ് A ശ്രീകുമാർ, DCCയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മണ്ഡലത്തിൻ്റെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഈ ജാഥയിൽ പങ്കെടുത്ത മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും INTUCയുടെയും കർഷക കോൺഗ്രസിൻ്റെയും അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് കേരളത്തിലെ 140 കേന്ദ്രങ്ങളിൽ KPCCയുടെ ആഹ്വാനപ്രകാരം ഇതുപോലുള്ള മാർച്ചുകൾ നടക്കുകയാണ്. കേരളം മൊത്തം ഇന്ന് സമരാഗ്നിയിൽ കത്തി ജ്വലിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 6-7 ദിവസക്കാലമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ HOD ഹാരിസ് പുറത്തുവിട്ട അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ നമ്മളെല്ലാവരും ഓരോ ഘട്ടങ്ങളിൽ നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ദുരവസ്ഥ, അതിനേക്കാളും ഭീകരമായ ദുരവസ്ഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസ്, അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്. CPMന്റെ തീവ്രമായ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നയാളാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന സാധാരണ അനുഭാവികൾ, അത് കടക്കലിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും CPMനെയും ഇടതുപക്ഷ നേതൃത്വത്തെയും കൈവിടുന്നു, പൊറുതിമുട്ടിയിരിക്കുന്നു ജനങ്ങൾ. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രസംഗിക്കുന്ന ഈ പഞ്ചായത്തിൽ അടക്കം ജനങ്ങൾ എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് ചിന്തിക്കുന്നു എന്ന് പ്രകടമായ ദൃശ്യങ്ങൾ, രേഖകൾ നമ്മുടെ മുന്നിൽ കാട്ടിത്തന്നു. നിങ്ങൾക്കറിയാം, ലോകത്ത് നമ്മളെല്ലാം വിശ്വാസികളാണ്. നരകവും സ്വർഗവും ഉണ്ട് എന്ന് ഓരോ മതത്തിലും വിശ്വസിക്കുന്നവർ. മെഡിക്കൽ കോളേജുകളിൽ ചെന്നാൽ അവിടെ നരകം നമുക്ക് കാണാം. അവിടെ ഇടനാഴികളിൽ കിടക്കുന്ന പാവപ്പെട്ട രോഗികൾ, അവർക്ക് കൂട്ടിരിക്കുന്ന പാവപ്പെട്ട, ആരോരുമില്ലാത്ത, ഒരു പണവുമില്ലാത്ത പാവങ്ങൾ, അവരുടെ കയ്യിൽ നിന്നാണ് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് മാറിക്കൊണ്ടാണ്, അല്ലെങ്കിൽ പിരിവെടുത്താണ് ആശുപത്രിയിലെ ഓരോ ഉപകരണങ്ങളും വാങ്ങുന്നത് എന്നത് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല പിണറായി വിജയനും വീണ ജോർജും, അതിനു മുമ്പ് ടീച്ചറമ്മയും, അതിനു മുമ്പ് ശ്രീമതി ടീച്ചറും ഒക്കെ കോരം പ്രസംഗിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് നമ്പർ 1 ഇവർ പ്രസംഗിച്ച് നടന്നാൽ മാത്രം മതിയോ? കേരളത്തിലെ ആരോഗ്യ മേഖല, പൊതുജനാരോഗ്യ മേഖല 1-ാം നമ്പർ തന്നെയായിരുന്നു. അത് രാജഭരണം മുതൽ അങ്ങനെയാണ്. കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകൾ അതിനെ പരിപാലിച്ചു പോയിട്ടുണ്ട്.
ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി, ഓരോ മെഡിക്കൽ കോളേജുകൾ, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, നമ്മൾ ഈ പ്രസംഗിക്കുന്നത് താലൂക്ക്, കടക്കൽ താലൂക്ക് ആശുപത്രിയാണ്. നമുക്ക് ഇവിടെ ഒരു താലൂക്ക് പോലുമില്ല. CPIയുടെയും CPMന്റെയും രാഷ്ട്രീയ വൈരം മൂത്ത്, പരസ്പര കലഹം മൂത്ത്, ഞാനാണോ നീയാണോ വലുത് എന്ന് മൂപ്പുളം തർക്കം കൊണ്ട് ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ നിവാസികൾക്ക് അവകാശപ്പെട്ട ഒരു താലൂക്ക് പോലുമില്ലാത്ത ഈ മണ്ഡലത്തിൽ ഒരു താലൂക്ക് ആശുപത്രി എന്ന ബോർഡിന് താഴെ നമ്മളെല്ലാവരും നിൽക്കുകയാണ്. ഈ താലൂക്ക് ആശുപത്രി ആരെ കുറ്റം പറയും? ഇവിടെ നിയമനങ്ങൾ നടത്തുന്നത് CPM പാർട്ടിയാണ്. ഇവിടത്തെ ആശുപത്രി വികസന സമിതിയെ നിയന്ത്രിക്കുന്നത് കടക്കലെ പാർട്ടിയുടെ, CPM പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം തന്നെയാണ് സഹകരണ മേഖലയിലെ ഒരു ആശുപത്രി അതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! നിങ്ങൾ ഓർക്കണം, ഇവിടെ വീണ ജോർജും പിണറായി വിജയനും ഗോവിന്ദനും എല്ലാം പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ഈ ആരോഗ്യ മേഖല, 1-ാം നമ്പർ ആരോഗ്യ മേഖലയായ കേരളത്തിനെ പിന്നോട്ടടിക്കുന്നു, കേരളത്തിന്റെ ഖാദിയെ പിന്നോട്ടടിക്കുന്നു എന്നാ പറയുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രി നിങ്ങൾ പാന്റും കോട്ടും സൂട്ടുവിട്ട് നിങ്ങൾ അമേരിക്കയിലേക്ക് പോയത്? ഇന്ത്യയുടെ ഏറ്റവും നമ്പർ ആരോഗ്യ മേഖലയായ കേരളത്തിൽ നിങ്ങൾക്ക് ചികിത്സയില്ലേ? നിങ്ങളുടെ ശരീരത്തില് പ്രത്യേകിച്ച് എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ അവയവം അല്ലെങ്കിൽ അവന്റെ ആരോഗ്യ രംഗം, അവന്റെ ജീവശാസ്ത്രം എന്ന് പറയുന്നത് അത് ലോകത്തുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആയിരുന്നാലും ഏതവന്റെ ആയിരുന്നാലും ഒരുപോലെയാണ്. പിന്നെന്തിനാണ് നമ്മുടെ ഖജനാവിലെ പണം, ഇല്ലാത്ത പണം, ആ പണം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനും വിജയന്റെ കുടുംബവും പരിവാരങ്ങളും എക്കണോമിക് ക്ലാസ്സിലല്ല, ബിസിനസ് ക്ലാസ്സിൽ, പ്രത്യേകമായ സ്യൂട്ട് ക്ലാസ്സിൽ അമേരിക്കയിലേക്ക് പോകുന്നത്? അമേരിക്കയിലേക്ക് പോയി അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ കാറ്റിളകി എന്നാ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, എന്റെ പൊന്ന കൂട്ടുകാരാ, കേരളത്തിൽ നിനക്ക് വേണമെങ്കിൽ 1-2 ആശുപത്രി ചെയ്തു തരാം, പക്ഷെ ഇങ്ങോട്ട് വരല്ലേ എന്നാ. പക്ഷെ വന്നു, അവിടെ കൊടുങ്കാറ്റ് വിതച്ചു, 13-14 പേര് മരിച്ചിരിക്കുന്നു, പലരെയും കാണാനില്ല. പിണറായി വിജയൻ ആരെ അനുഗ്രഹിച്ചാലും അവന്റെ കാര്യം സ്വഭാവം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, തൃക്കാക്കരയിലെ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ കൈപിടിച്ചു പൊക്കി, അതിനുശേഷം പുതുപ്പള്ളിയിലെ ഒരുത്തരെ കൈപിടിച്ചു പൊക്കി, പിന്നെ പാലക്കാടും അവസാനം നിലമ്പൂരും കൈപിടിച്ചു പൊക്കി. ആമാരെയൊന്നും ഒറ്റ എണ്ണത്തിലെ കാണാനില്ല, എങ്ങോട്ട് പോയി എന്നറിയാൻ പറ്റില്ല. ഇന്ന് വരെ UDF കിട്ടിയ വോട്ടിനേക്കാളും വലിയ ഭൂരിപക്ഷമാണ്. വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കാതെ വിഴിഞ്ഞത്ത് ഒരു കപ്പലിന് ഫ്ലാഗ് ഓഫ് ചെയ്തു. കപ്പല് കടലിൽ മുങ്ങി, അറബിക്കടലിൽ മുങ്ങിപ്പോയി. മറ്റൊരു കപ്പലിനെ അഭിവാദ്യം അർപ്പിച്ചു. അത് തീ പിടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് പിണറായി നമ്മുടെ അച്യുതാനന്ദ സഖാവിനെ കാണാൻ പോയി. അച്യുതാനന്ദ സഖാവിന്റെ ഭാര്യ കമല ടീച്ചർ കാല് പിടിച്ചു പറഞ്ഞു, എന്റെ പൊന്ന് ബസുമതി ടീച്ചർ കാല് പിടിച്ചു പറഞ്ഞു, എന്റെ പൊന്നങ്ങത്തെ ഇപ്പോഴൊന്നും കാണല്ലേ. എന്താണ് സംഭവം എന്നറിയാമല്ലോ? അച്യുതാനന്ദൻ അവിടെ കിടക്കുകയാണ്. ഇപ്പൊ വേറെ ഒരു അറിയിപ്പ്, ഒരു ബുള്ളറ്റിനും പറയുന്നില്ല എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. ഞാൻ മൈക്കിൽ കൂടി പറയുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് തീരുമാനിക്കും. കാരണം പിണറായി വിജയൻ അറിയാം, കോടിയേരി ബാലകൃഷ്ണൻ മദ്രാസിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ് അവിടെ വെച്ച് മരിച്ചപ്പോൾ എയർ ആംബുലൻസ് കൊണ്ടുവന്നു, തിരുവനന്തപുരത്ത് വെച്ചു. തിരുവനന്തപുരം വെച്ചില്ല, തലശ്ശേരി കൊണ്ടുപോയി. അല്ലെ, തലശ്ശേരി കൊണ്ടുപോയി. തലശ്ശേരി കൊണ്ടുപോയി വലിയ പന്തലിട്ട് അവിടെ കുറച്ച് ലാൽ സലാമൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവനെ പയ്യാമ്പലം ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കി. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ദേശീയ പാതയിലൂടെ കേരളത്തിലെ എല്ലാ സഖാക്കൾക്കും അന്തിമോചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് പിണറായി വിജയനോട് വിനോദിനി കൊടിയേരി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കൊടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരത്തിന് കുളിരും പരിയും വരുമെന്നാണ്. ജീവൻ വിട്ടുപോയ, ജീവൻ നഷ്ടപ്പെട്ടുപോയ മൃതശരീരമായ ആ ഭൗതിക ശരീരത്തിന് എങ്ങനെ
കുളിരും വലിയും വരും. പിണറായി വിജയൻ എന്ന ഡോക്ടർക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് ചെയ്തു? സംഭവം വേറെ ഒന്നുമല്ല. കോടിയേരി ബാലകൃഷ്ണനെ അടക്കിയിട്ട് വേണം പിറ്റേ ദിവസം അദ്ദേഹത്തിന് നോർവേയിലേക്ക് പറക്കണം. നോർവേയിൽ പറക്കണം. നോർവേയിലെ വെള്ളപ്പൊക്കം കണ്ടുപഠിച്ചിട്ട് വേണം കേരളത്തിലെ വെള്ളപ്പൊക്കത്തിന് തടയിടാൻ. എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ ആലോചിക്കണം. ഇന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിവേഴ്സിറ്റി ഓഫീസിലേക്ക് വലിയൊരു സമരം എസ്എഫ്ഐക്കാരൻ നടത്തി. പോലീസുകാർ മാറി നിന്ന് കൊടുത്തു. യൂണിവേഴ്സിറ്റി അവർ കത്തിക്കാൻ പോവുകയാണ്. RSSന്റെ തലവൻ ഗവർണറും പിണറായി വിജയനും തമ്മിൽ ചക്രത്തിൽ പോരാട്ടമാണ്. ആ പോരാട്ടത്തിലൂടെ എസ്എഫ്ഐക്കാരെ കടത്തിവിട്ട് ഗോവിന്ദൻ ഇങ്ങോട്ട് വന്നു. ഗോവിന്ദൻ നിങ്ങൾക്കറിയാവുന്ന ഒരു തമാശ കഥാപാത്രമാണ്. ഓരോ കാലഘട്ടത്തിലും പിണറായി വിജയന് തുതിപാടാണ്. പിണറായി വിജയൻ കീ ജയ് എന്ന് വിളിക്കാൻ വേണ്ടി ചില ഗോവിന്ദന്മാരെ വെക്കും. ഇപ്പോഴൊരു ഗോവിന്ദൻ അങ്ങനെയാണ്. വായി തോന്നുന്നത് ഗോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന ഒരു ഗോവിന്ദൻ ഈ സമരത്തിൽ വന്നു. കാരണം എന്താണെന്നറിയാമോ? കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ സമരമുഖത്ത് ആരോഗ്യ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. എന്റെ പൊന്നു ഗോവിന്ദ, നീ എന്തെല്ലാം മറച്ചു വെച്ചാലും കേരളത്തിലെ ജനങ്ങൾ ഈ മേഖല ആരോഗ്യ മേഖലയിൽ ഇന്ന് കാണുന്ന പ്രവണതകളെ കുറിച്ച് ചർച്ച ചെയ്യും. നിങ്ങൾക്കറിയാം, കോവിഡ് വന്നു. പിണറായി വിജയൻ വന്ന കാലഘട്ടം മുതൽ നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങളാണ്. ആദ്യം ഓക്കി വന്നു, അത് കഴിഞ്ഞ് പിന്നെ വന്നത് പ്രളയം, അല്ലേ? അത് കഴിഞ്ഞ് നിപ്പ വന്നു. നിപ്പ വന്നിട്ട് പ്രളയം വന്നു. പ്രളയം വന്നിട്ട് കോവിഡ് വന്നു. വീണ്ടും 3-4 ഉരുൾപൊട്ടലുകൾ നടന്നു. വലിയ ഉരുൾപൊട്ടലാണ് ഇവിടെ നടന്നത്, വയനാട്ടിൽ നടന്നത്. വയനാട്ടില് ആ ഉരുൾപൊട്ടലിൽ 740 കോടി രൂപ നമ്മുടെ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾ പിരിച്ചു കൊടുത്തു. 740 രൂപ. ഈ 740 കോടി പിരിച്ചു കൊടുത്തു. ഇത് അണ്ടകടാഹം ആമാശയത്തിലോട്ട് പോയാന്നറിയത്തില്ല. പിണറായി വിജയൻ ഒരു ദിവസം പത്രസമ്മേളനത്തിൽ എന്റെ കണക്ക് അവതരിപ്പിച്ചു. കണക്ക് അവതരിച്ചപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. എന്താണ് പറഞ്ഞത്? ഈ ദുരിതാശ്വാസ ക്യാമ്പില് ജനറേറ്റർ പ്രവർത്തിച്ചതിന് 12 കോടി, ഭൗതിക മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിന് 2 കോടി, പാലത്തിന്റെ അടിയില് കല്ലിട്ടതിന് 3 കോടി, കണക്കെഴുതാൻ നോട്ട് ബുക്കും പേനയും പെൻസിലും ഫയലും മേടിച്ചതിന് 1.5 കോടി. നിന്റെ വാക്കകത്ത് മണ്ണിട്ട് പോകണം. കാരണം പാവപ്പെട്ടവൻ എടുത്ത് തന്ന പൈസ എടുത്ത് കൊണ്ടുപോയി തിന്നിരിക്കുന്നു. വയറുപൊട്ടിയന്മാർ ചത്തുപോയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരു ദയനീയ അവസ്ഥയാണ്. 740 കോടി രൂപയാണ് വെള്ളം തൊടാതെ വിഴുങ്ങിയത് എന്ന് ആലോചിക്കണം. കേരളം മുഴുവൻ കടക്കണിയിലാണ്. അതായത് നേരെ അമേരിക്ക പോയിരിക്കുന്നു. കേരളം മുഴുവൻ കടക്കണിയിലാണ്. ഇവിടുത്തെ സഖാക്കൾ മുഴുവൻ കോടതി പോയിരിക്കുന്നു. 52 വെട്ടുവെട്ടിയവനെ രക്ഷിക്കാൻ, കുത്തിക്കൊന്നവനെ രക്ഷിക്കാൻ, അഴിമതിക്കേസിൽ പ്രതിയായവനെ രക്ഷിക്കാൻ, ഈ രാജ്യം കൊള്ളയടിച്ചവനെ രക്ഷിക്കാൻ മുഴുവൻ പേര് കോടതി പോയിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, കേരളത്തില് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ആദ്യത്തെ മുഖ്യമന്ത്രി തൊട്ട് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 2016 വരെയുള്ള നമ്മുടെ കേരളത്തിന്റെ കടം 1.5 ലക്ഷം കോടിയാണ്. എത്രയാണ്? 1.5 ലക്ഷം കോടി. ഇപ്പോഴോ? ഇപ്പം 6 ലക്ഷം. ഈ പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്ന 2026 6 ലക്ഷം കോടി രൂപ. ഇത് എവിടെ കൊണ്ടുപോയി? എവിടെ ഈ പൈസ? ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മുടെ ബാങ്കുകളെ, സഹകരണ ബാങ്കുകളെ മൊത്തം ലയിപ്പിച്ച് കേരള ബാങ്കാക്കി. കേരള ബാങ്കിൽ നിന്ന് കോടികൾ കൊണ്ടുപോയി. നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾ, തൊഴിലുറപ്പുകാരുടെ, ചുമട്ട് തൊഴിലാളികളുടെ, ടൈലർമാരുടെ, ബാർബർമാരുടെ, ഈ രാജ്യത്തെ പാവപ്പെട്ട കർഷകരുടെ എല്ലാ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും ഇവർ പണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇവിടെ പെൻഷൻ നേരെ കൊടുക്കുന്നില്ല, ആനുകൂല്യം നേരെ കൊടുക്കുന്നില്ല. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഇവർ പിൻവാതിൽ നിയമനമാണ്. ഈ താലൂക്ക് ആശുപത്രി ഞാൻ വെല്ലുവിളിക്കുന്നു, വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരന് കൊടുത്തോ? ഈ താലൂക്ക് ആശുപത്രി എംപ്ലോയ്മെന്റിന് ഉള്ളവർക്കാണോ ജോലി കൊടുത്തത്? അല്ല. ഇവിടെ അടിക്കാനും പിടിക്കാനും കോടി പിടിക്കാനും പറഞ്ഞ കുറച്ച് ആളുകൾ. ആരെങ്കിലും ഇവിടെ വന്നാൽ അവരെ ഒന്നുകിൽ കിംസാറ്റിൽ വിടും, അല്ലെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് വിടും. ഈ രണ്ടിടത്ത് പോയാലും രക്ഷയുണ്ടാവില്ല. കാരണം പനി പിടിച്ച് കിംസാറ്റിൽ പോയാൽ അറ്റാക്ക് പിടിച്ച് പാരിപ്പള്ളിയിലേക്ക് പോയിട്ട് വരും. പടച്ചോന് കാത്തോളി എന്ന് മാമുക്കോയ പറഞ്ഞുകൊണ്ട പോലെ ആ പടച്ചോൻ കാത്താൽ, അല്ലെങ്കിൽ ദൈവം കാത്താൽ, ആരോഗ്യം ദൈവം തന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് ജീവൻ കിട്ടുമില്ലെങ്കിൽ ജീവൻ പോകും. അതാണ് സ്ഥിതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയാൽ സ്ഥിതി അത് തന്നെയാണ്. അവിടെ നടക്കും. പ്രിയമുള്ളവരെ, പിണറായി വിജയൻ ഇപ്പൊ നരേന്ദ്രമോദി BJPയുമായിട്ടുള്ള കൂട്ടുകെട്ടുമായി നടക്കും.
നിങ്ങൾ ഏറ്റവും അവസാനം ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇവിടെ ഒരു DGP നിയമിച്ചു. 2016 ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസറായിരുന്ന ആളാണ് DGP. ആ DGPയുടെ പേര് DP സെൻകുമാർ എന്നാണ്. പിണറായി വിജയൻ അധികാരത്തിലേറി ആദ്യം ചെയ്തത് ലോക്നാഥ് ബെഹ്റ എന്ന ഗുജറാത്ത് കലാപം അന്വേഷിക്കാൻ ചുമതലപ്പെട്ട അന്ന് കേന്ദ്ര പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റയാണ് അന്ന് ഇവിടെ നിയമിച്ചത്. ആ ലോക്നാഥ് ബെഹ്റ പിണറായി വിജയൻ എല്ലാ കൂട്ടിനും കള്ള കച്ചവടത്തിനും കൂട്ടിരിക്കുന്ന ആളാണ്. അയാളെ ഇപ്പൊ മെട്രോ റെയിലിന്റെ MD ആക്കിയിരിക്കുന്നു. ഇപ്പം ഒരാളെ വെച്ചിരിക്കുന്നു. ആര് പറഞ്ഞിട്ടാ? മോഡി പറഞ്ഞിട്ട്. ആരാത്? റവാഡ ചന്ദ്രശേഖരാണ് കൂത്തുപറമ്പില് വെടിവെപ്പ് നടത്തുന്നതിന് ഓർഡർ ഇട്ടത്. അദ്ദേഹം ASP ആയിരുന്നു. ആ കൂത്തുപറമ്പിൽ എന്തിനാ വെടിവെപ്പ് നടത്തിയത്? അവിടെ സ്വാശ്രയ മെഡിക്കൽ കോളേജിനെതിരായി CPM നടത്തിയ സമരം. CPM സ്വാശ്രയ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാടില്ല, ആശുപത്രികൾ പാടില്ല, ഒരു തരത്തിലും സഹകരണ മേഖലയിൽ പാടില്ല, എല്ലാം സർക്കാരിലാകണം. ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, നിങ്ങൾ കഴിഞ്ഞ 3 മാസം മുമ്പ് കടക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് കടക്കല് സ്റ്റേജിൽ കടക്കൽ ക്ഷേത്രത്തിന്റെ സന്നിധാനത്ത് ദേവിയുടെ മുന്നിൽ നിങ്ങളൊരു പാട്ട് പാടിയല്ലോ. എന്താ ആ പാട്ട്? പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ? നിങ്ങൾ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചു. ഇവിടെ വേടൻ ഒരു പാട്ട് പാടി. നീ ഒരു തമ്പുരാനുമല്ല, നീ ഒരു രാജാവുമല്ല, നീ ഒരു കോപ്പുമല്ല, നിന്നെ നമ്മൾ വിശ്വസിക്കുന്നതല്ല, കോടാ പുല്ലേ എന്ന് ഈ വേടൻ ഒരു പാട്ട് പാടിയപ്പോൾ വേടന് ഒരു കഞ്ചാവ് വലിച്ചു. വേടന്റെ കഴുത്തിലൊരു പുലിയല് കെട്ടിയിട്ടു എന്ന് പറഞ്ഞ് വേടനെ പിടിച്ച അകത്തിടാൻ കേരളത്തിലെ പോലീസിന് ഭയമില്ലായിരുന്നു, കേരളത്തിലെ ഫോറസ്റ്റിന് ഭയമില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പുഷ്പനെ അറിയാമെന്ന് പാടിയ ആളുകൾ ഈ റവാഡ ചന്ദ്രശേഖരനെ DGP ആക്കിയപ്പോൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിരുന്ന ആളുകളാ കണ്ണൂരിന്റെ CPMകാർ. അദ്ദേഹത്തെ കൊല്ലുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബം കേരളത്തിൽ നിന്ന് കേന്ദ്ര സർവീസിലേക്ക് പോയ ആളാണ്. അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റിലെ കേന്ദ്ര ക്യാബിനറ്റ് സെക്യൂരിറ്റീസിന്റെ സെക്രട്ടറിയാണ്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി അടക്കമുള്ള ക്യാബിനറ്റ് റാങ്കുള്ള മുഴുവൻ ആളുകളുടെയും സെക്യൂരിറ്റിയുടെയും ചീഫാണ്. ആ മനുഷ്യരെ കൊണ്ടുവന്നു. ആര് പറഞ്ഞിട്ട്? നരേന്ദ്രമോദി പറഞ്ഞിട്ട്. എന്തിന്? നരേന്ദ്രമോദിയും പിണറായി വിജയനും ചില കച്ചവടങ്ങളുണ്ട്. കേരളത്തിലെ കോടികൾ കട്ടതിന്റെ കച്ചവടം. കേരളത്തിൽ SFIO എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, ED എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, CBI എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, ഇതടക്കമുള്ളത് മുഴുവനും ഇവർ നാളെ ഇറങ്ങിപ്പോകുമ്പോ ഇവരെ പിടിക്കും. അതുകൊണ്ട് ചില ധാരണകൾ വേണം. ആ ധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കുറച്ച് സീറ്റുകളാണ്. ആ ധാരണയുടെ ഫലമായിട്ടാണ് DGP ആയിട്ട് ഡൽഹിയിൽ നിന്ന് ഒരുത്തനെ ഇറക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ, ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുന്നവർ ഉണ്ടെങ്കിൽ, ഈ പാർട്ടി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, ബംഗാളിലെ പോലെ തകർന്നു പോകരുത് എന്ന്, ഈ പാർട്ടി തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു കച്ചവടമാണ് നടക്കുന്നത്. ഇവിടെ ഭരിച്ച EMS ആകട്ടെ, അച്യുതാനന്ദനാകട്ടെ, നയനാരാകട്ടെ, അല്ലെങ്കിൽ അച്യുതമേനോനാകട്ടെ, PK വാസുദേവൻ നായരാകട്ടെ, കമ്മ്യൂണിസ്റ്റിന്റെ ഒരു മുഖ്യമന്ത്രിമാരും അഴിമതിക്കാരനാണ് എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല. അഴിമതിയുടെ ലവലേശം അവരുടെ മേൽ കളങ്കമായി വന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ ഒരു അഴിമതി നിറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ആ കുടുംബം അതിലേക്കാണ് പോകുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ, അത് കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ജനാധിപത്യ കേരളം വിശ്വസിക്കുന്നു. അതിന്റെ ഫലമായി സമൂലമായ അഴിമതിയാണ്. പഞ്ചായത്തിൽ അഴിമതിയാണ്, സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതിയാണ്, ജില്ലാ പഞ്ചായത്തിൽ അഴിമതിയാണ്, ഈ താലൂക്ക് ആശുപത്രിയിൽ അഴിമതിയാണ്, ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ അഴിമതിയാണ്. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ കടകമ്പോളങ്ങളിൽ ശബ്ദം കേൾക്കുന്ന ആളുകളെ, നമ്മുടെ നാട് തകരാൻ പോകുന്നു. ആ തകർച്ചയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ നമ്മൾ കൂട്ടായി പരിശ്രമിക്കണം. അവിടെ ജാതി, മത, വർണ്ണവർഗ വിഭാഗീയതകളൊന്നുമില്ലാതെ കോൺഗ്രസിന് മുന്നിൽ, UDFന് മുന്നിൽ അണിനിരന്നുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വളരെ ശക്തമായ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച ചടയമംഗലം, ചിതറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളെ, അതിന്റെ പ്രസിഡന്റുമാരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട്, മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള DCCയുടെ എല്ലാ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ ധാരാളം നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ടായിരുന്നവരെല്ലാം അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോഴാണ് ശ്രീ എൻ.ജെ. സുരേന്ദ്രൻ അവർ എത്തിയത്. നമ്മുടെ ദളിത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എൻ.ജെ. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ യോഗത്തിന് കടയ്ക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആൽത്തറമൂട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അജിദാസ് സാർ സംസാരിച്ച് ബഹുമാന്യ യോഗ അധ്യക്ഷൻ കടയമംഗലം മണ്ഡലം കടയമംഗലം ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ പി ആർ സന്തോഷ്, KPCC ജനറൽ സെക്രട്ടറി ശ്രീ M.M. നസീർ, ബഹുമാന്യ KPCC മെമ്പർമാർ, DCC സെക്രട്ടറിമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ, ബഹുമാന്യരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കടക്കൽ വിപ്ലവം നടന്ന ഈ മണ്ണിൽ, കടക്കലിന്റെ സ്മാരകം നിർണ്ണയിക്കുന്ന ഈ മണ്ണിൽ CPM ഇരട്ടത്താപ്പ് നയത്തിൽ കൂടി കടക്കലിനെ ഒറ്റപ്പെടുത്താനുള്ള കടക്കലിന്റെ പാവപ്പെട്ട ജനങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചുള്ള ഈ ധർണ ഇത്രയും വലിയ ജനസഞ്ചയത്തെ പുറത്തിറക്കിക്കൊണ്ടുവന്ന് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വിജയമാണ്. ഇടതുപക്ഷത്തിന് ഏറ്റ കനത്ത പ്രകടനമാണെന്ന് ഇക്കാര്യത്തിൽ ഞാൻ ഊന്നി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കടക്കലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിലെ അഴിമതികൾ, കടക്കൽ ആശുപത്രിയുടെ വികസന പദ്ധതികളുമായി നടക്കുന്ന അഴിമതികൾ, ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പരമ്പരയുടെ ഒരു ഭാഗം മാത്രമാണിത്. ഇനിയും ഈ സമര പരമ്പരയുടെ തുടങ്ങുമെന്നും ഇനി വരുന്ന പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിലും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിന്റെ മാറ്റലുകൾ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പി ആർ സന്തോഷ്, ഉദ്ഘാടകൻ ശ്രീ M.M. നസീർ, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, സഹോദരന്മാരെ, ഇനിയും ഏറെ പറയാനുണ്ട്. കേരള ഗവൺമെന്റിന്റെയും കടക്കൽ പഞ്ചായത്തിന്റെയും കെടുകാര്യസ്ഥതകളും അഴിമതികളും എണ്ണി പറഞ്ഞുകൊണ്ട് വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ സമീപിക്കുന്നതാണ്. ഇന്ന് ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത് ഇതൊരു സമ്പൂർണ്ണ വിജയമാക്കി തീർത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ പ്രതിഷേധ മാർച്ച് ധർണയും ഇവിടെ അവസാനിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർ, അതിനു വേണ്ടിയിട്ട് പ്രചരണം നടത്തിയവർ, നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കൾ, ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ, വ്യാപാരി വ്യവസായികൾ, ഓട്ടോ തൊഴിലാളികൾ, നാട്ടുകാർ, ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഇതിനെ സ്നേഹിക്കുന്ന, ഈ ആശുപത്രിയുടെ വികസനം കാണിക്കുന്ന ജനങ്ങൾ എല്ലാവർക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം അവസാനിച്ചതായി അറിയിക്കും. ചായ മേടിച്ചു തരാന്ന് വാ. ആരോഗ്യ മേഖലയിലെ തകർച്ച എന്നാരോപിച്ചുകൊണ്ട് കടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കടയ്ക്കലിൽ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ചും ധർണയും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.